ഹായ്, നിങ്ങളൊരു 90s കിഡ്സ് ആണോ? എങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണണം, ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും വേണം. മറ്റൊരു തലമുറകൾക്കും ഇല്ലാത്തൊരു പ്രത്യേക ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ 90s കിഡ്സ്. പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. രണ്ട് തലമുറകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ശരിക്കും നമ്മളെ. പഴയ തലമുറകളുടെയും പുതിയ തലമുറകളുടെയും ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും തളർച്ചകളും വളർച്ചകളും ഒക്കെ ആവോളം അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്തവരാണ് നമ്മൾ. ചില കാര്യങ്ങളും നോക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണില്ലേ, ഇതിന്റെ പിന്നോട്ടുള്ള എവല്യൂഷൻ കണ്ടിട്ടുണ്ടോ? ഈ ചിത്രത്തിൽ കാണുന്ന മൊബൈൽ ഫോൺസിന്റെ എല്ലാ വെറൈറ്റികളും ഒരുപക്ഷെ ഒരു തവണയെങ്കിലും ഈ 90s കിഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പിന്നെ ലാൻഡ് ഫോണുകളും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, കറക്കി കുത്തുന്നതും വെറുതെ കുത്തുന്നതും. അത് STD കോൾ ബൂത്തുകളിൽ കയറി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കടകളിൽ കൂടി ഉണ്ടായിരുന്ന പുതിയ ₹1 ഇട്ട് വിളിക്കുന്ന ലാൻഡ് ഫോണുകളൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ടിവിയുടെ കാര്യം പറയണ്ട, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുതൽ വലിയ പിക്ചർ ട്യൂബുള്ള TV, LCD ഫ്ലാറ്റ്രോൺ TV, വെറും LCD TV, ഇപ്പോഴത്തെ 4K 8K ഒക്കെയുള്ള ക്ലാരിറ്റിയിലുള്ള TVയും നമ്മൾ കാണുന്നുണ്ട്. മ്യൂസിക്കിന്റെ കാര്യമാണ് കേട്ടോ വളരെ രസം. ബാറ്ററി ഇട്ട റേഡിയോ മുതൽ വാക്ക്മാൻ, മെമ്മറി കാർഡൊക്കെ ഇട്ട് കേൾക്കുന്ന ചെറിയ MP3 പ്ലെയർ, പിന്നെ വളർന്ന് ഇപ്പോഴത്തെ ബ്ലൂടൂത്തും. ലൈറ്റിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. മണ്ണെണ്ണ വിളക്കിലാണ് നമ്മൾ പഠിച്ചു വളർന്നത്. പെട്രോമാക്സും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഫിലമെന്റ് ബൾബായി, ഫ്ലൂറസെന്റ് ബൾബായി, ഇപ്പോഴത്തെ LED ബൾബ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വേറൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 90s കിഡ്സിൽ വളരെയധികം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ കഴിഞ്ഞ സെപ്റ്റംബർ 7 ഞായറാഴ്ച ലയോ 14 മാർപ്പാപ്പ 2 യുവാക്കളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. അതിലൊരാള് കാർലോ അക്യൂട്ടസ് ആണ്. ഈ കാർലോ അക്യൂട്ടസും നമ്മുടെ കൂടെയുള്ള ഒരു 90s കിഡാണ് കേട്ടോ. ജനിച്ചത് 1991 മരിച്ചത് 2006. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ അതേ പ്രായം. കാർലോ അക്യൂട്ടസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അധികം ഒന്ന് അറിയാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല. പല വീഡിയോസിൽ കൂടെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ 90s കിഡ്സിന്റെ ഒരു വൈബും വൈബ്രന്റും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നി. നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ വിശുദ്ധനല്ലേ അദ്ദേഹം. അപ്പൊ കുറച്ചും കൂടി ഒരു അടുപ്പം അദ്ദേഹത്തോട് തോന്നണമെന്ന് എനിക്കൊരു ചിന്ത. നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്നത് നമ്മുടെ ഇന്റർനെറ്റ് ഉപയോഗവും നമ്മുടെ ഈ ഫോണുമാണ്. എത്രയോ നല്ല കാര്യങ്ങൾ നമ്മൾ അതിലൂടെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടല്ലേ. പണ്ട് ഇന്റർനെറ്റ് കഫേകളിലൊക്കെ ₹10 കൊടുത്ത് പോയി എത്രയോ മണിക്കൂർ നമ്മൾ ഇരുന്ന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്, എത്ര പേർക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട്. അതേ ഇന്റർനെറ്റിലൂടെയാണ് ലോകം മുഴുവനെയും 15 വയസ്സ് വരെ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചും അറിയിക്കാനായിട്ട് കാർലോ അക്യൂട്ടസ് തയ്യാറായി. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ, ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കാൻ ഈ കാർലോ അക്യൂട്ടസിന് പറ്റും. എനിക്കൊരു ചെറിയ ആഗ്രഹം കൂടിയുണ്ട്. നമ്മൾ 90s കിഡ്സിന്റെ പ്രത്യേക മധ്യസ്ഥനായിട്ട് കാർലോ അക്യൂട്ടസിനെ മാറ്റണമെന്ന്. നമ്മുടെ വൈബ് മനസ്സിലാക്കുന്ന, നമ്മളെപ്പോലെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാർലോ അക്യൂട്ടസിനെ നമ്മളെ സഹായിക്കാൻ പറ്റും. കുറച്ചും കൂടെ അടുപ്പത്തോടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. അപ്പോൾ 90s കിഡ്സ്, ഹാറ്റ്സ് ഓഫ് us, കാർലോ അക്യൂട്ടസ് നമ്മളെ സഹായിക്കട്ടെ.